ഹായ് മക്കളെ, നമ്മളുടെ ഏറ്റവും വലിയ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഡോക്ടർ ആവുക എന്നുള്ളത്. ഡോക്ടർ ആവാൻ വേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് 1, 2, 3 വർഷങ്ങളൊക്കെ അധ്വാനിച്ചിട്ടാണ് നമ്മൾ നാളെ നീറ്റ് എക്സാം എഴുതാൻ പോകുന്നത്. പറ്റാവുന്ന മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ മക്കളും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് നീറ്റ് എക്സാമിന് കയറുക. പക്ഷേ ആ പേപ്പർ കിട്ടുന്ന ആ ഒരു സമയമൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ടെൻഷനും ചെറിയ പ്രഷറൊക്കെ ഉള്ള സമയമാണ്. പക്ഷെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു സാധാരണ രീതിയിലേക്ക് മാറാൻ പറ്റണം എന്നുള്ളതാണ് ഫസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ പേപ്പർ കിട്ടി, നോർമലി എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ അതിലുണ്ടാവുള്ളൂ. വലിയൊരു ടൈറ്റാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നീറ്റിന് വരാറില്ല എന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ കയറുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കണം. ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് ഹോൾ ടിക്കറ്റ് ആയാലും ഡ്രസ്സായാലും മറ്റ് കാര്യങ്ങളായാലൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് നേരത്തെങ്കിലും നാളെ നിങ്ങൾ എക്സാം ഹാളിൽ എത്താൻ നോക്കുക. കാരണം ലാസ്റ്റ് ടൈമിലേക്ക് വെക്കരുത്. കാരണം വല്ല ബ്ലോക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ ടെൻഷനായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് പെർഫോം ചെയ്യാത്തൊരവസ്ഥ വരും. പിന്നെ ആദ്യം കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ടഫ് ഉണ്ടെങ്കിൽ എല്ലാം അതുപോലെ വിചാരിക്കരുത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, നല്ല ക്വസ്റ്റ്യൻസ്, നമ്മൾ കണ്ടതും ചെയ്തതുമായ ക്വസ്റ്റ്യൻസ് തന്നെ അതിൽ ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങളെ പ്രയാസപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും നീറ്റിന് വരാറില്ല. അതുകൊണ്ട് NCERT കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചോദിക്കുന്ന രീതിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ. നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള ഫലം എന്തായാലും കിട്ടുന്നേ ചെയ്യും. എല്ലാ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് വായിക്കാനും അശ്രദ്ധ കൊണ്ട് തെറ്റിപ്പോകാതിരിക്കാനും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം പെർഫോം ചെയ്യാൻ പറ്റട്ടെ. നാളെ എക്സാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും മുഖത്ത് ഏറ്റവും വലിയ സന്തോഷം, നല്ല രീതിയിൽ അടിപൊളിയാക്കി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ രീതിയിൽ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്, all the best, 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 all the best. വിജയാശംസകൾ നേരുന്നു. നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ വിജയാശംസകളും നൽകുന്നു.